Hello friends, Delhi School of Economics കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. Very sorry for doing the video on the last day of deadline. ഇന്നാണ് ഡെഡ്ലൈൻ എൻഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ DSC പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. ഞാൻ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വൺ ഓഫ് മൈ മല്ലു ഫ്രണ്ട്സ് ഔട്ട് ദർ ഇൻ DSC ഇന്റർവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. ഫൈനലി വാട്ട് ഐ ഡിഡ് ഈസ് ലൈക്ക് ഐ ഹാഡ് എ വേർഡ് വിത്ത് അവിടുത്തെ സ്റ്റുഡൻറ് സെക്രട്ടറി ഓഫ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ അടുത്തുനിന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അൺബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ തന്നെ എടുത്തിട്ടുണ്ട് അബൌട്ട് DSC, അവിടെയുള്ള ഫെസിലിറ്റീസ്, അവിടെയുള്ള പ്ലേസ്മെന്റ്സ്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. സോ DSC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം DSC മാത്രമായിരിക്കില്ല കേട്ടിട്ടുണ്ടാവുക. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഡൽഹി സ്കൂൾ ഓഫ് DBE കേട്ടിട്ടുണ്ടാവും, ഓൾസോ DFS. സോ ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് മൂന്ന് കോളേജസ് ആണ്. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഡൽഹിയുടെ നോർത്ത് ക്യാമ്പസ്, DUയുടെ നോർത്ത് ക്യാമ്പസിലാണ്. DFS ആൻഡ് DBE ഡൽഹിയുടെ സൗത്ത് ക്യാമ്പസിലാണ്. അപ്പം ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാമ്പസസ് ആണ്, ഫസ്റ്റ് കാര്യം. ഇനി DFS എന്ന് പറയുന്നത് കൂടുതലും ഇൻക്ലൈൻ ടു ഫിനാൻസ് ആണ്. DBE കൂടുതൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് അനലറ്റിക്സിലോട്ടാണ്. ഇനി DSC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ IIMs അല്ലെങ്കിൽ ബാക്കിയുള്ള ബി സ്കൂൾസ് ഒക്കെ പോലെ തന്നെ പല ഡൊമൈൻസിലോട്ട്, അതായത് പ്ലേസ്മെന്റ്സ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ 20% ഉണ്ടാവും, കൺസൾട്ടിംഗിൽ 30% ഉണ്ടാവും, ഫിനാൻസ് ബാങ്ക്സ് ആണ് 30% അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്, ആൻഡ് അനലിറ്റിക്സ് ഡൊമൈൻ. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഡൊമൈൻസിലുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. സോ വൺ തിങ് ഐ ഹാവ് ക്ലിയർഡ് അബൌട്ട് പ്ലേസ്മെന്റ്, ഫിനാൻസ് മാത്രം ഇൻക്ലിനേഷൻ ഉള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുമെന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് DSC. DBE ആൻഡ് DFS ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇഫ് യു ആർ ഇൻക്ലൈൻഡ് ടു ദാറ്റ് ഡൊമൈൻസ്, ഡു അപ്ലൈ ഫോർ ദാറ്റ്. ഇനി ഇതിന്റെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ DSCയിൽ 3 പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് അവരുടെ IB, അവരുടെ കോർ പ്രോഗ്രാം, അതിനാണ് ഹയസ്റ്റ് കട്ട് ഓഫ് ഉള്ളത്. ദെൻ ദേ ഹാവ് an HR program and then they have an analytics program. ഇതേ ഓർഡറിലാണ് ഇതിന്റെ കട്ട് ഓഫ് ഉള്ളത്. അതായത് അനലറ്റിക്സ് പ്രോഗ്രാമിനാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉള്ളത്. പിന്നെ കട്ട് ഓഫ് അതിനേക്കാളും കൂടുതലുള്ളത് HR-നാണ്. IB-ക്കാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ അങ്ങേ വർഷം 91% ആയിരുന്നു ജനറൽ കാൻഡിഡേറ്റിൽ അവിടെ IB, അതായത് അവിടുത്തെ ഏറ്റവും കട്ട് ഓഫ് കൂടുതലുള്ള കോഴ്സിന്റെ ഹയസ്റ്റ് പെർസെൻറ്റേജ്, ലോവസ്റ്റ് പെർസെൻറ്റേജ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ വർഷം അത് 96% ആയി. സോ ദർ ഇസ് എ ക്ലിയർ ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ DSC. പക്ഷെ അത് കോർ പ്രോഗ്രാം ആണ്. സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് അനലറ്റിക്സ് അല്ലെങ്കിൽ HR പ്രോഗ്രാം, ഈവൻ ഒരു 88% ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെൻ യു ടോക്ക് അബൌട്ട് OBC കാൻഡിഡേറ്റ്സ്, ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ അതിന്റെ ഡാറ്റ. പക്ഷെ അറ്റ് അറൌണ്ട് 85+% ഇഫ് യു ആർ എ ഗേൾ ആൻഡ് ഇഫ് യു say are from a non-engineering background, then maybe you can consider apply for DSC even at 85%. അല്ലെങ്കിൽ ഒരു ഗുഡ് 88% ഒക്കെ തന്നെ വേണ്ടി വരുന്നതാണ്. സോ ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് 84% ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഇനി അതാണ് റിഗാർഡിംഗ് കട്ട് ഓഫ്. പിന്നെ SC ST ആൻഡ് EWS OBCയുടെ സെയിം ഏകദേശം കട്ട് ഓഫ് ആയിരിക്കും. SC ST PWD കാൻഡിഡേറ്റ്സിനും റിസർവേഷൻസ് ഉണ്ട്. സോ അറ്റ് അറൌണ്ട് 75%, 70% ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഫ് യു ആർ PWD കാൻഡിഡേറ്റ് ഓർ ST കാൻഡിഡേറ്റ്, then even at around 70% ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദി കട്ട് ഓഫ്. നൗ എനിക്ക് പറയേണ്ടത് അവിടുത്തെ എക്സ്പെൻസും ഫീസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം വരെ അതിന്റെ ഫീസ് ഏതാണ്ട് 25,000 പെർ ഇയർ ആയിരുന്നു. ഈ വർഷം അത് കൂട്ടി ഏതാണ്ട് 45,000 പെർ ഇയർ ആയിട്ടുണ്ട്. വിച്ച് ഈസ് ലൈക്ക് ഏതാണ്ട് 1 lakh rupees നിങ്ങൾക്ക് അവരുടെ കംപ്ലീറ്റ് ഫീസ് കവർ ചെയ്യാം. പക്ഷെ ഫീസ് മാത്രമല്ല, ഇപ്പൊ FMS ഞാൻ ആക്കിലുമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടുത്തെ കംപ്ലീറ്റ്ലി സ്റ്റുഡന്റ് റൺ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് ബോഡിക്ക് നിങ്ങൾ ഒരു ഡൊണേഷൻ പോലെ ഒരു പൈസ കൊടുക്കണം. സോ അതും കൂടെ ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് 1.5 lakhs ആണ് ഫീസ് പരമായിട്ട് നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാം, FMSന്റെ സെയിം കേസാണ് ഇവിടെ ഉള്ളത്. വളരെ ചെറിയ ക്യാമ്പസ് ആണ്, DUവിലെ കോളേജാണ്. നിങ്ങൾക്ക് ഹോസ്റ്റൽ സ്വന്തമായിട്ട് അവിടെ ഹോസ്റ്റൽ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഫുഡ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ പക്ഷെ അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് DU. സോ DU എന്ന് പറയുന്നത് അവിടെ ഒരു 92 കോളേജസ് അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ യു വിൽ ഫൈൻഡ് ഓൾ ദി ഫെസിലിറ്റീസ് ഔട്ട്സൈഡ്, ബട്ട് യു വിൽ ഹാവ് ടു പേ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെങ്കിൽ അതിന്റെ പൈസ എക്സ്ട്രാ കൊടുക്കണം. നിങ്ങൾക്ക് ഫുഡ് നല്ലത് കഴിക്കണമെങ്കിൽ അതിനുള്ള പൈസ എക്സ്ട്രാ കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിനുള്ള പൈസയൊക്കെ എക്സ്ട്രാ കൊടുക്കണം. സോ അങ്ങനെ വരുമ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ശരിക്കും DUവിന്റെ പുറത്ത് താമസിക്കാം. ഒന്ന്, അവിടുത്തെ കൂടുതലും UG ചെയ്യുന്ന കുട്ടികളെല്ലാം അത്ര പൈസ സ്പെൻഡ് ചെയ്ത് അല്ല താമസിക്കാറുള്ളത്. അവരൊരു മാസം ഒരു 5,000 രൂപയൊക്കെ റെന്റ് വരുന്ന രീതിയിലുള്ള ചെറിയ PGകളൊക്കെ എടുത്തിട്ടാണ് അവിടെ ചുറ്റുപാടിൽ നിൽക്കാനുള്ളത്. ഒരുപാട് PGകൾ ഗേൾസിനാണെങ്കിലും ഗേൾസ് ഹോസ്റ്റൽസും ഗേൾസ് PGസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്.
ഇനി MBAക്ക് വരുന്ന ആൾക്കാർ പൊതുവെ ഒരു പ്രീമിയം കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊതുവെ അവരൊരു 40,000 രൂപയ്ക്ക് 3 പേര് ഷെയർ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ 45,000 രൂപയ്ക്ക് 3 പേര് ഷെയർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് അക്കോമഡേഷൻസിലാണ് നിൽക്കുന്നത്. FMSന്റെ വീഡിയോ കാണുക, അതെല്ലാം സെയിം ആണ്. FMS DSE ഒക്കെ അടുത്തടുത്തുള്ള കോളേജാണ്. ഇവരുടെ ഒക്കെ ബാക്കിയുള്ള ജീവിതം എല്ലാം സെയിം ആണ്. FMS DSE തമ്മിൽ ആകെയുള്ള വ്യത്യാസം ഈ 2 കോളേജാണ്, അതിന്റെ ബ്രാൻഡ്, അവിടുത്തെ പ്ലേസ്മെന്റുകളൊക്കെയാണ്. ഇനി തിരിച്ചു വരാനുള്ളത് അവരുടെ കോളേജ് ആൻഡ് ടീച്ചിങ് പെഡഗോജിയെ കുറിച്ചാണ്. ടീച്ചിങ് പെഡഗോജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷെ അവരത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റി കോളേജ് വരുമ്പോൾ വാട്ട് മോർ ഡു യു എക്സ്പെക്ട്? കാരണം ഇപ്പൊ ഈ NIT-കളിലേക്ക് MBA എന്ന് പറയുന്ന പോലെ അത്ര NIT-കളിലെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, അവരുടെ ടീച്ചിങ് മെത്തഡോളജീസ് വളരെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് ഞാൻ പറയും. ഇത് കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആണ്. ഡൽഹിയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. നല്ല ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടാവും. ഫെസിലിറ്റീസ് കുറച്ച് കുറവായിരിക്കും. ബട്ട് അറ്റ് ദി സെയിം ടൈം ഒരു 7 കോഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 3 കോഴ്സിലൊക്കെ അവർ കേസ് ബേസ്ഡ് ടീച്ചിങ് പെഡഗോജി, അതായത് IIM-ലൊക്കെ ഉള്ള പോലത്തെ ഒരു ടീച്ചിങ് പെഡഗോജി തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഇനി ഇതിന് അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ബി സ്കൂൾ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടില്ല, അതൊരു സത്യമാണ്. എന്നിരിക്കെ ചില ആൾക്കാർക്ക് ഇപ്പം പൈസ ഒരു വലിയൊരു കൺസേൺ ആണ്, ഇത്രയും ലോൺ എടുക്കണ്ട, അല്ലെങ്കിൽ മതപരമായിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഫിനാൻഷ്യൽ ഫണ്ടിങ് സോഴ്സ്, ഐ ഹൈലി റെക്കമെൻഡ് ഇഫ് യു ഗെറ്റ് എ ഗുഡ് പ്രോപ്പർ ഒരു ക്യാമ്പസ് ഉള്ള ബി സ്കൂൾ, ദെൻ ഗോ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ യു ക്യാൻ കൺസിഡർ DSE. വൈ? ബിക്കോസ് ഇപ്പോൾ ഈ പറയുന്ന പ്ലേസ്മെന്റിന്റെ പ്രശ്നമൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ വെൻ യു ആർ ജസ്റ്റ് സ്പെൻഡിങ് 1.5 ലക്ഷം രൂപ ഫോർ യുവർ MBA, ROI ഫാക്ടർ വലിയൊരു ഫാക്ടർ ആയിരിക്കും. പ്ലേസ്മെന്റ് ഏതാണ്ട് ഒരു 14 ലക്ഷം രൂപ ആവറേജ് പാക്കേജ് ഒക്കെ അവിടെ വരുന്നുണ്ട് ഫോർ IB അറ്റ്ലീസ്റ്റ്. സോ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു കോളേജാണ്. നല്ല കമ്പനീസ് ഒന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഈവൻ ഫോർ HR ആൻഡ് അനലറ്റിക്സ് ഡൊമൈനിൽ. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. കുറച്ചുകൂടെ അക്കാഡമിക് ഓറിയന്റഡ് പ്രോഗ്രാം ആയിരിക്കും DSE-ൽ വരുമ്പോൾ വെൻ കമ്പയർഡ് ടു ആൻ IIM, ബട്ട് യു വിൽ ഗെറ്റ് ഓൾ ബേസിക് ഒരു ബി സ്കൂളിൽ വേണ്ട കാര്യങ്ങളൊക്കെ. സോ ഇന്നാണ് ഡെഡ് ലൈൻ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അപ്ലൈങ് ഫോർ ദാറ്റ്, ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക, അത് വൈകിക്കേണ്ട. ഓൾസോ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ പ്രോസസ് ഇല്ല. അപ്പൊ CAT സ്കോറിനാണ് ഒരു 60-70% വെയിറ്റേജ്, പിന്നെ ഉള്ളത് 10th-നും 12th-നുമാണ് വെയിറ്റേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബാക്കി ഡൈവേഴ്സിറ്റി ഫാക്ടേഴ്സ് ഒന്നും അവർ വലുതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഈവൻ ദോ അവർ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഗേൾസ്, നോൺ എഞ്ചിനീയേഴ്സ് ഒക്കെ കുറച്ച് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. കാരണം ദേ വോണ്ട് സം കൈൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. പക്ഷെ സിൻസ് ദേ ഡോണ്ട് ഹാവ് എ ഹ്യൂജ് വെയിറ്റേജ് ഫോർ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, അവിടെ ഗേൾസിന്റെ പ്രൊപ്പോർഷൻ കുറവാണ്. 20% ഒക്കെ ഗേൾസ് ഉള്ളൂ വെൻ കമ്പയർഡ് ടു സേ IIMs ഒക്കെ വളരെയധികം ഗേൾസിനെ പ്രൊമോട്ട് ചെയ്ത ഒരു 52% ഒക്കെ IIM കോഴിക്കോടിലൊക്കെ ഗേൾസ് ഉള്ള പോലത്തെ ഒരു ഇതില്ല. പക്ഷെ ദിസ് ഈസ് ദ യൂഷ്വൽ ബി സ്കൂൾ സെനാരിയോ. ഇപ്പൊ നിറ്റി എടുത്താലും IIM മുംബൈ ആവുന്നതിന് മുന്നേ വരെ അവിടെ 16% പെൺകുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊരു നെഗറ്റീവ് ആവില്ല. പിന്നെ ടോക്കിംഗ് അബൌട്ട് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഈവൻ ദോ ഇറ്റ്സ് നോട്ട് നോൺ ഫോർ ഇറ്റ്സ് MBA പ്രോഗ്രാം, ഫോർ ഇറ്റ്സ് UG പ്രോഗ്രാം ആസ് എ ബ്രാൻഡ് നെയിം, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി കൺട്രി. നോബൽ ലോറേറ്റ് അമർത്യ സെൻ ഒക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഉണ്ടായിരുന്ന കോളേജാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണലി പ്രൊക്ലെയിംഡ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് സ്കൂളിൽ പോലത്തെ ഒരു സ്കൂൾ തുടങ്ങണം എന്നുള്ളതുകൊണ്ട് ഏതാണ്ട് 1950s-ലോ 40s-ലോ മറ്റോ വളരെ പണ്ട് തന്നെ ഇന്ത്യയിൽ തുടങ്ങിയ ഒരു കോളേജാണ്. എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, ബി സ്കൂൾ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല കൂടുതലുള്ളത് എങ്കിലും DU എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ പോലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3 മാസം പോയി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ IIM-ൽ പഠിക്കുന്നതിന് മുന്നേ എനിക്ക് UG DU-ൽ ചെയ്താൽ മതിയായിരുന്നു. കാരണം DU എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കിട്ടിയാലും അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സോറി ഫോർ ദി ലേറ്റ് വീഡിയോ. കുറച്ച് ഇൻഫർമേഷൻസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. DSE കുറിച്ച് അപ്ലൈ ചെയ്യേണ്ടവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അപ്ലൈ ചെയ്തോ. ബൈ.